എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. ദ്വാരകാപുരിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞിട്ട് ബ്രഹ്മാവ് ശ്രീകൃഷ്ണനോടും ബലരാമനോടും എല്ലാ ആശംസകളും ഒക്കെ അറിയിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ സർഗത്തിൽ അങ്ങനെയാണ് അവസാനിച്ചത്. ജരാസന്ധനെ തോൽപ്പിച്ചു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഒരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് സമുദ്രത്തിൽ പണിതതായിട്ടുള്ള ദ്വാരകയിലേക്ക് പോവണതാണ് അടുത്ത സർഗത്തിലെ കഥ. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ദ്വാരകാ വർണ്ണനമൊക്കെ കൂടിയിട്ടാണ് വർണ്ണിച്ച് തുടങ്ങുന്നത്. നമുക്ക് ആദ്യം 1-ാമത്തെ 2-ാമത്തെ ശ്ലോകങ്ങൾ നോക്കാം. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. തുടർച്ചയായിട്ട് സർഗങ്ങളിലൂടെ ഈ ഒരു വൃത്തമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം 1-ാമത്തെ ശ്ലോകം നോക്കാം. അഥാദരാദ്വർദ്ധകിനാസുരാണാം സാരം സമുദ്ധൃത്യ കൃതാമിവോർവ്യാഹ സാ വിശ്രുതാ ദ്വാരവതീതി നാംനാ പുരീം പ്രപേദേ പുരുഷഃ പുരാണ. ആദ്യം പദച്ഛേദം പറയാം. അഥ ആദരാത് വർദ്ധകിന സുരാണാം സാരം സമുദ്ധൃത്യ കൃതാം ഇവ ഉർവ്യാഹ സ വിശ്രുതാം ദ്വാരവതീ ഇതി നാംനാ പുരീം പ്രപേദേ പുരുഷഃ പുരാണ. ആ പുരാണനായിട്ടുള്ള പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയി എന്നാണ് ഇവിടെ പറയുന്നത്. ആ ദ്വാരകയുടെ ഭംഗിയും അതിൻ്റെ സാരവുമൊക്കെയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അഥ അനന്തരം സഃ പുരാണ പുരുഷ, ആ പുരാണ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണൻ. അഥ എന്ന് പറയുമ്പോൾ ഒരു കഥയുടെ തുടർച്ചയായിട്ടേ നമുക്ക് അഥ എന്ന് തുടങ്ങാൻ പറ്റുള്ളൂ. സാധാരണ അങ്ങനെയാണ്. ശാസ്ത്രം പഠിക്കുമ്പോൾ പക്ഷേ ആദ്യം തന്നെ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞിട്ട് പഠിക്കാറുണ്ട്. അവിടെ അഥ എന്നുള്ള വാക്കിന് എന്താണ് അർത്ഥം? ആദ്യമായിട്ടൊരു പുസ്തകം വായിക്കുമ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ അഥ എന്ന് പറയാൻ പാടുമോ എന്നാണെങ്കിൽ, ശാസ്ത്രത്തിൽ അഥ എന്ന് തുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു വന്നതിന് ശേഷമേ വലിയ വലിയ ഗ്രന്ഥങ്ങളിലേക്ക് ബ്രഹ്മത്തെക്കുറിച്ച് അറിയാനൊക്കെയുള്ള വലിയ ഗ്രന്ഥങ്ങളിലേക്ക് പുറപ്പെടുള്ളൂ. അപ്പോൾ അഥ എന്നുള്ളതിന് അനന്തരം എന്ന് പറയുമ്പോൾ കുറേ അധികം വേദാന്ത ചിന്തകളൊക്കെ ഉണ്ടായതിന് ശേഷം, പഠിച്ചതിന് ശേഷം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അഥ, കാവ്യത്തിൽ അഥ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ടു മുമ്പുണ്ടായ എന്തെല്ലാം സംഭവങ്ങളുണ്ടോ അതിനുശേഷം. ഇവിടെ പ്രസിദ്ധമായിട്ടുണ്ടായത് ഇപ്പോൾ ജരാസന്ധനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു വിഷയമായിരുന്നു. കഴിഞ്ഞ സർഗത്തിൽ അതന്നെയാണ് വർണ്ണിച്ചത്. യുദ്ധവും ജരാസന്ധൻ്റെ തോൽവിയുമായിരുന്നു അതിലെ പ്രധാന വിഷയം. അതിനുശേഷം ജരാസന്ധനെ മഗധയിലേക്ക് തന്നെ തിരിച്ച് ഓടിച്ചു വിട്ടതിന് ശേഷം, ബ്രഹ്മാവിൻ്റെ അനുഗ്രഹങ്ങൾക്കൊക്കെ ശേഷം എന്നുള്ള അർത്ഥമാണ് ഇവിടെ അഥ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ജരാസന്ധനെയൊക്കെ വിജയിച്ചതിന് ശേഷം, അപ്പോൾ അതുകൊണ്ട് തന്നെ അഥ എന്നുള്ളതിനൊരു മാംഗളികമായിട്ടുള്ള അർത്ഥമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇവരെല്ലാവരും കൂടിയിട്ട് ദ്വാരകയിലേക്ക് പോവുകയാണ്. സുരാണാം വർദ്ധകിന ആദരാത് ഉർവ്യാസാരം സമുദ്ധൃത്യ കൃതാമിവ. സുരാണാം വർദ്ധകി. വർദ്ധകി എന്ന് പറഞ്ഞാൽ ഈ തച്ചന്മാരുടെ പല പല ഭേദങ്ങളാണ്. അതായത് ഈ വിശ്വകർമാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. വിശ്വകർമാവിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ശില്പിയാണല്ലോ. ശില്പങ്ങൾ ഉണ്ടാക്കുക, മന്ദിരങ്ങൾ ഉണ്ടാക്കുക, ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക, ഇതൊക്കെയാണ് ശില്പികളുടെ പണി. അപ്പോൾ അതിലൊരു കൂട്ടരെയാണ് വർദ്ധകി എന്ന് പറയുന്നത്. തക്ഷൻ, വർദ്ധകി, സൂത്രഗ്രാഹി, അങ്ങനെ പലതരത്തിലുള്ള ശില്പികളുണ്ട്. അപ്പോൾ ആ ഒരു വാക്കാണ് ഇവിടെ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. സുരാണാം വർദ്ധകിന, ദേവന്മാരുടെ വർദ്ധകിയുടെ ആ പ്രവൃത്തി, വർദ്ധകിയാൽ നിർമ്മിക്കപ്പെട്ടതായ, ദേവന്മാരുടെ തക്ഷൻ അല്ലെങ്കിൽ ദേവന്മാരുടെ തച്ചൻ എന്ന് പറഞ്ഞാൽ വിശ്വകർമാവാണ്. വിശ്വകർമാവിനാൽ പണി കഴിപ്പിച്ചതായ, എങ്ങനെയാണ് പണി കഴിപ്പിച്ചത്? ആദരാത്, ഭഗവാന് താമസിക്കാനുള്ളതാണ് എന്നുള്ളത് കൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ചു, പണിയെടുത്തു. ബഹുമാനത്തോടു കൂടി പ്രവർത്തിക്കുക. ഒരു മന്ദിരം പണിയുമ്പോൾ, ഒരു ഗൃഹം പണിയുമ്പോൾ എങ്ങനെയാണ് ആദരവോടുകൂടി പണിയുക? അതിലുള്ള എന്തെല്ലാം സൗകര്യങ്ങൾ ഒരാൾക്ക് ആവശ്യമുണ്ടോ അത് മുഴുവനും ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, വളരെ കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാൻ തക്കവണ്ണമുള്ളതായൊരു ഗൃഹം, എല്ലാ മുറികളും ഒക്കെ അളവിനനുസരിച്ച് സ്ഥാനത്തിനനുസരിച്ച് പണിയുക. ഇതൊക്കെ ഭഗവാന് കൊടുക്കാനുള്ളൊരു സമർപ്പണമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവിടെ സമാദരാത് എന്നുള്ള വാക്ക് തന്നെ എടുത്ത് പ്രയോഗിച്ചത്.
ഭഗവാന് താമസിക്കാനുള്ളതാണ്, ഒട്ടും ഒരു വിധത്തിലും ഒരു കുറവുണ്ടാവരുത് എന്ന് വിചാരിച്ച് വിശ്വകർമാവിനാൽ പണി കഴിപ്പിച്ചതായ ഉർവ്യാഹ സാരം സമുദ്ധൃത്യ കൃതാമിവ. ആ ഒരു ഗൃഹം എന്ന് പറയുന്നത്, കൊട്ടാരം എന്ന് പറയുന്നത് ലോകത്ത് എവിടെയും കാണാൻ കിട്ടുന്നതല്ല. അത് ഭൂമിയിൽ എവിടെയൊക്കെ നല്ല ഗൃഹങ്ങൾ ഉണ്ടോ അതിൻ്റെയൊക്കെ സാരം ഗ്രഹിച്ചുകൊണ്ട്, അതിൻ്റെ നന്മ, അതിൻ്റെ ആ ശ്രേഷ്ഠത മാത്രം സ്വീകരിച്ചുകൊണ്ട് പണിതുണ്ടാക്കിയതായ ഒരു ഗൃഹമായിരുന്നു. ആ ഗൃഹത്തിൽ ഇനി കുറവുകളൊന്നുമില്ല തന്നെ. ഭഗവാന് ഏതൊക്കെ തരത്തിൽ അവിടെ ഇടപെടണം, പെരുമാറണം, അതിനനുസരിച്ചുള്ള മുറികളും അതിൻ്റെ വലിപ്പവും അതിൻ്റെ സൗകര്യവും ഒക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ആ ഒരു കൊട്ടാരം വർദ്ധകി അഥവാ വിശ്വകർമാവ് ഭഗവാനായിട്ട് പണിതത്. ഉർവ്യാഹാസാരം സമുദ്ധൃത്യ കൃതാമിവ. ഉർവിയുടെ സാരത്തെ, ഉർവി ഭൂമിയുടെ സാരാംശത്തെ ഗ്രഹിച്ചുകൊണ്ട് പണിതതുപോലെ. ഉർവിയുടെ സാരാംശം എന്നുള്ളത് രണ്ടർത്ഥത്തിൽ പറയാം. ഒന്ന്, ഈ പറഞ്ഞ ഉർവിയിലെ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സാരാംശങ്ങൾ, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ എടുത്ത് പണിയാം. അല്ലെങ്കിൽ ഭൂമി എന്നുള്ളത് മനുഷ്യനെ ഏറ്റവും ജീവിക്കാൻ പറ്റിയ ഒരു ഗൃഹമാണ്. ഇതിനോളം ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇതുവരെയും മനുഷ്യരാരും കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ ആവശ്യമുള്ള വെള്ളം, ആവശ്യമുള്ള വെളിച്ചം, അതുപോലെ മണ്ണ്, സസ്യലതാദികൾ, അതുപോലെ ഭക്ഷണത്തിനുള്ളത് എല്ലാം ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ ഉർവിയെ ഒരു ചെറുതായ രൂപത്തിൽ ഒരു കൊട്ടാരമാക്കി പണിതാൽ എങ്ങനെയാ? അങ്ങനെയാണ് വിശ്വകർമാവ് പണിത് കൊടുത്തത്, അത്രയ്ക്ക് സൗകര്യങ്ങളോട് കൂടിയിട്ട്. അതാണ് ഉർവ്യാഹസാരം സമുദ്ധൃത്യ കൃതാം ഇവ. അതൊക്കെ സ്വീകരിച്ചു കൊണ്ട് പണിതതാണോ എന്ന് തോന്നുന്നത് പോലെ. ദ്വാരവതി ഇതി നാംനാ വിശ്രുതാം. ദ്വാരവതി എന്നും ഇതിന് പേരുണ്ട്, ദ്വാരക എന്നും പേരുണ്ട്, ദ്വാരവതി എന്നും പേരുണ്ട്. ആ പേരുള്ളതായ വിശ്രുതാം പുരീം പ്രഭേദേ, വിശ്രുതമായ പുരിയിലേക്ക് പ്രാപിച്ചു. ശ്രീകൃഷ്ണനും ബലരാമനും മറ്റ് യാദവന്മാരെല്ലാവരും മധുരയിൽ ആരൊക്കെ ഭഗവാന്റെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി പിന്നെ ദ്വാരകയിലായി താമസം. ദ്വാരം ഉള്ളവൾ ദ്വാരവതി. ദ്വാരക എന്ന് പറഞ്ഞാൽ, ദ്വാരം എന്ന് പറഞ്ഞാൽ വളരെ വലിയ കോട്ടകളും അതുപോലെ വാതിലുകളും ഒക്കെയാണ്. അതോടുകൂടി അവൾ ദ്വാരവതി. അതുതന്നെയാണ് ദ്വാരക. അത്രയും ഗംഭീരമായിട്ടുള്ള കൊട്ടാരക്കെട്ടുകളിലേക്കാണ് താമസം മാറ്റിയത്. പിന്നെ ഭഗവാന്റെ ജീവിതം മുഴുവനും ദ്വാരകയിൽ തന്നെയായിരുന്നു, സമുദ്രത്തിൻ്റെ നടുക്ക് പണിതതായിട്ടുള്ള വലിയ ആ ഒരു കൊട്ടാരത്തിൽ. അതാണ് ഇവിടെ പറയണത്. അവിടേക്ക് എല്ലാവരും പ്രവേശിച്ചു. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണ്? ഇനി ദ്വാരകയെ വർണ്ണിക്കാൻ തുടങ്ങുകയാണ് 8 ശ്ലോകങ്ങളെ കൊണ്ട്. അതിലാദ്യത്തെ ശ്ലോകം നമ്മൾ പഠിക്കുന്ന 2ാമത്തെ ശ്ലോകം. ആദ്യ ശ്ലോകം നോക്കൂ. യാധിഷ്ഠിത ഭോഗവതാം സഹസ്രൈഃ ആഭാതി സീമാരമണീയതായ വിജേതുകാമാദിവമംബുരാശേരഭ്യുത്ഥിത ഭോഗവതീ പുരീവ. ആദ്യം പദച്ഛേദം പറയാം. യാ അധിഷ്ഠിത ഭോഗവതാം സഹസ്രൈഃ ആഭാതി സീമാ രമണീയതായാ വിജേതുകാമാ ദിവം അംബുരാശേഃ അഭ്യുത്ഥിത ഭോഗവതി പുരീ ഇവ. ഇനി യാതൊരു പുരിയുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. യാതൊന്ന്, അതിനി വരാൻ പോണ ശ്ലോകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. യാ പുരി, അതാണ്, അങ്ങനെയാണ് അന്വയം തുടങ്ങുന്നത്. യാതൊരു പുരിയുണ്ടോ ആ ദ്വാരക ഭോഗവതിയായിരുന്നു. ഭോഗവതി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗത്തിൽ, ദ്വാരക ഒരു സാധാരണ നഗരങ്ങൾക്കൊക്കെ ഒരു സ്ത്രീലിംഗമാണ് വരിക. ദ്വാരക എന്ന് പറയുന്നത് ഒരു ഭോഗവതിയായിട്ട്, അതായത് താമസിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം, ഭോഗങ്ങളൊക്കെ ഏറ്റവും സുന്ദരമായിട്ട് ലഭിക്കുന്ന സ്ഥലം, സ്രക്ചന്ദനാദികളായാലും ഭക്ഷണങ്ങളായാലും അതുപോലെ കഴിച്ചുകൂട്ടാനുള്ള നല്ല നല്ല പ്രദേശങ്ങൾ, അതുപോലെയുള്ള ഗൃഹങ്ങൾ, ഇങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളെ കൊണ്ടും ഭോഗവതിയായിരുന്നു. ഏറ്റവും ഭുജിക്കാൻ സുഖമുള്ളവളായിരുന്നു. താമസിക്കാൻ ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദ്വാരകയെ ഭോഗവതി എന്ന് വിളിക്കുന്നത്. ഭോഗവതി ഭോഗവതാം സഹസ്രൈഃ അധിഷ്ഠിത രമണീയതായാഹ സീമ. ഭോഗവതാം സഹസ്രൈഃ, അവിടെ താമസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖഭൂയിഷ്ഠമായിട്ട് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതാണ് ഭോഗവതാം സഹസ്രൈഃ എന്ന് പറഞ്ഞ്. ആയിരക്കണക്കിന് ഭോഗവാന്മാർ, സുഖലോലുപന്മാരായിട്ടുള്ള, സുഖ സൗകര്യങ്ങളോടുകൂടി താമസിക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന അധിഷ്ഠിത രമണീയതായാഹ സീമ. അങ്ങനെ താമസിക്കുന്നവളും
അതുപോലെ തന്നെ രമണീയതയുടെ, രമണീയത എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരം, രമണീയതായാഹ സീമ എന്ന് പറഞ്ഞാൽ അതാണ് സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള കാഷ്ഠ. പരമകാഷ്ഠ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും അറ്റം. ഇനിയൊരു സൗന്ദര്യവൽക്കരണം നടക്കില്ല, അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള രമണീയതായാഹ സീമ. സീമ എന്ന് പറഞ്ഞാൽ അതാണ് അതിർത്തി, അതിൻ്റെ പരിധിയാണ്. ഏറ്റവും സുന്ദരമായിട്ടുള്ള അതുകൊണ്ട് തന്നെ ദിവം വിജേതുകാമ, ദിവത്തെ, ദിവം സ്വർഗം, സ്വർഗത്തെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവളാണോ, സൗകര്യങ്ങൾ കൊണ്ടും സൗന്ദര്യങ്ങൾ കൊണ്ടും അതിൻ്റെ കെട്ടും മട്ടും എല്ലാം കൊണ്ടും സ്വർഗത്തെ പോലും ജയിക്കുന്നതാണ് ഈ ദ്വാരക എന്ന് തോന്നിപ്പോകുന്ന മട്ടിലായിരുന്നു വിശ്വകർമാവ് അത് പണിതത്. അതാണ് ദിവം വിജേതുകാമ അംബുരാശേഹേ അഭ്യുത്ഥിത ഇവ ആഭാതി. അംബുരാശിയിൽ നിന്ന് ഞൊടിയിട കൊണ്ട് പുറത്തേക്ക് വന്നതാണോ, അതായത് ആർക്കും ഇങ്ങനെ ഒരെണ്ണം പണിയാൻ പറ്റും എന്ന് തന്നെ വിചാരിച്ചിട്ടില്ല. അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ളൊരു ശില്പം, ഒരു കൊട്ടാര ശില്പം. അവിടെ അതെങ്ങനെയാണ് ഉണ്ടായത്? മനുഷ്യരെ കൊണ്ടൊന്നും പണിയാൻ സാധിക്കില്ല. നിമിഷ നേരങ്ങളെ കൊണ്ട് സമുദ്രം ഒരു ഇന്ദ്രജാലം പോലെ സമുദ്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതാണോ എന്ന് തോന്നും വിധത്തിൽ. സമുദ്രത്തിന് അങ്ങനെയൊക്കെ ചില പണികളുണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ലക്ഷ്മി ദേവി ആയാലും അതുപോലെ ഉച്ചൈശ്രവസ്സായാലും നന്ദിനി അല്ല കാമധേനു ആയാലും ഒക്കെ ഒരു നിമിഷ നേരങ്ങളെ കൊണ്ട് സമുദ്രം കടഞ്ഞെടുത്തപ്പോൾ പുറത്തേക്ക് വന്നതാണ്. അതുപോലെ എന്തോ ഒരു ഇന്ദ്രജാലങ്ങളെ കൊണ്ട് സമുദ്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിമിഷ നേരങ്ങളെ കൊണ്ട് പുറത്തേക്ക് വന്നതായ ഒരു കൊട്ടാരം എന്നതുപോലെ അതാണ് അംബുരാശേഹേ അഭ്യുത്ഥിത ഇവ. അതാണ് അതിനർത്ഥം. അംബുരാശിയിൽ തന്നെയാണ് അത് പണിതിരിക്കുന്നത്. അങ്ങനെ പണിതത് എങ്ങനെയാണ്? പണിതൊരാൾ തീർത്തതല്ല. അതിന് പകരം അവിടെ പെട്ടെന്ന് സമുദ്രം നൽകിയതാണോ, ഭഗവാനായിക്കൊണ്ട് നൽകിയ കൗസ്തുഭം പോലെയുള്ളതായ രത്നം പോലെ ഒരു ഗൃഹമായിരുന്നോ എന്ന് പോലും സംശയിക്കത്തക്ക വിധത്തിൽ ആഭാതി, ശോഭിക്കുന്നു എന്നർത്ഥം. അതായത് ആ ദ്വാരകയുടെ സൗന്ദര്യവും ശ്രേഷ്ഠതയും താമസിക്കാനുള്ള ആ യോഗ്യതയും ഒക്കെയാണ് ഈ ശ്ലോകങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് കവി കാണിച്ചു തരുന്നത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. അഥാദരാദ്വർദ്ധകിനാസുരാണാം സാരം സമുദ്ധൃത്യ കൃതാമിവോർവ്യ സവിശ്രുതാം ദ്വാരവതീതി നാംനാ പുരീം പ്രപേദേ പുരുഷഃ പുരാണ യാധിഷ്ഠിതാ ഭോഗവതാം സഹസ്രൈഃ ആഭാതി സീമാരമണീയതായ വിജേതുകാമാദിവമംബുരാശേരഭ്യുത്ഥിത ഭോഗവതീ പുരീവ. ഇനി വരാൻ പോണ ശ്ലോകങ്ങളിൽ ദ്വാരകയുടെ വർണ്ണനമാണ്. അവിടുത്തെ സൗന്ദര്യങ്ങൾ, ശ്രേഷ്ഠതകൾ, ഒരു പുരി എങ്ങനെയാവണം എന്നുള്ളതൊക്കെ വർണ്ണിക്കുകയാണ് ചെയ്യണത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.